10ാം തരത്തിലെ സമാന്തര ശ്രേണി എന്ന പാഠത്തിലെ രണ്ടാമത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സമാന്തര ശ്രേണിയിലെ തുകകളുടെ പ്രത്യേകതയാണ്. ആദ്യമായി നമ്മൾ ഒറ്റ എണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5, 3, 7 തുടങ്ങിയ പദങ്ങൾ, തുടർച്ചയായ പദങ്ങളെടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ആ തുകക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ആ ഒരു കാര്യമാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. ഇവിടെ 3 പദങ്ങളെടുത്തു, x1, x2, x3. ഈ 3 പദങ്ങളെടുത്ത് നമ്മൾ കൂട്ടുന്നു. കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം കാണാൻ 27 കിട്ടിയത്. 27 നമ്മൾ ഇതിൻ്റെ പൊതുവ്യത്യാസം 5 4 9, 9 4 13. അതേപോലെ ഇതിൻ്റെ നടുക്കുള്ള പദം 9. ഇവിടെ 3 പദങ്ങളുണ്ട് എന്ന് വെച്ചാൽ 3 ഗുണിക്കണം 9. ഒരു പാറ്റേൺ നമുക്ക് കിട്ടുമോ എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 5 പദങ്ങൾ കൂട്ടുന്നു. തുകയുടെ പ്രത്യേകത നോക്കുക. നമ്മൾ 5 പദമാണ് കിട്ടിയത്. നമുക്ക് 65 എന്ന് കിട്ടി. 65നെ നമ്മൾ 5 ഗുണിക്കണം 13 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 15 പദങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് ഈ 2 ഉദാഹരണം മനസ്സിലാക്കിയാൽ, അക്രമം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം പറയാം. പദങ്ങളുടെ എണ്ണം 15 മധ്യപദം 15 എണ്ണം പദങ്ങൾ എഴുതിയാൽ അതിൻ്റെ നടുക്ക് വരുന്നത് 8. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം 15 ഗുണിക്കണം 33. പദങ്ങളുടെ എണ്ണം ഗുണിക്കണം 33 ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മളൊന്ന് പൊതുവായി പറഞ്ഞാൽ, ഒരു പൊതു തത്വമായി പറഞ്ഞാൽ, പദങ്ങളുടെ തുക സമം പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മധ്യപദം. ഇതിലൊരു സൂത്രവാക്യം ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, തുടർച്ചയായ ഒറ്റ എണ്ണം പദങ്ങളുടെ തുക സമം n ഗുണിക്കണം മധ്യപദം. ഈ ഒരു സമവാക്യത്തെ ഒന്ന് ക്രമീകരിച്ചാൽ മധ്യപദം കാണാനുള്ളൊരു സൂത്രവാക്യം കിട്ടി. മധ്യപദം സമം പദങ്ങളുടെ തുക ബൈ n. ഇനി ഇരട്ട സംഖ്യാ എണ്ണം പദങ്ങൾ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? 4 പദങ്ങൾ എടുത്തിട്ടുണ്ട്. x1, x2, x3, x4. ഈ 4 പദങ്ങൾ പരിഗണിച്ചാൽ x1ഉം x4 കൂട്ടിയാൽ 22 കിട്ടി. 22ന് എന്താണ് പ്രത്യേകത? നമുക്കറിയാം, ഈ 4 പദങ്ങളും കൂട്ടിയാൽ 44 കിട്ടും. അതിൻ്റെ പകുതിയാണ് 22. ഇതേപോലെ മറ്റൊരു ജോഡി കൂടി എടുക്കാം. നമ്മൾ ആദ്യം അറ്റത്തുള്ള 2 സംഖ്യകളാണ് എടുത്തത്. നടുക്കുള്ള 2 സംഖ്യകൾ എടുത്താൽ 22 കിട്ടുന്നു. അതായത് ആകെ തുകയായ 44ൻ്റെ പകുതിയാണ് 22. 4 പദങ്ങളെടുത്തു. ആദ്യത്തതും അവസാനത്തതും കൂട്ടുമ്പോഴും നടുക്കുള്ള 2 സംഖ്യകൾ കൂട്ടുമ്പോഴും തുകയുടെ പകുതിയാണ് നമുക്ക് കിട്ടുന്നത്. 8 പദങ്ങളെടുത്തു. കൂട്ടിയപ്പോൾ 152 കിട്ടിയത്. ഇനി നമ്മൾ എടുക്കുന്നത് ജോഡികൾ, പ്രത്യേകതരം ജോഡികളാണ്. ആദ്യത്തതും അവസാനത്തതും, ആദ്യത്തെ രണ്ടാമത്തതും അവസാനത്തെ രണ്ടാമത്തതും, അങ്ങനെ ആദ്യത്തെ മൂന്നാമത്തതും അവസാനത്തെ മൂന്നാമത്തതും, ഇങ്ങനെ തുടർന്നാൽ നടുക്കുള്ള 2 പദം കൂടി നമുക്ക് കിട്ടും. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38. 38ന് എന്താണ് പ്രത്യേകത? 152 തുകയാണ്. അതിനെ 4 കൊണ്ടാണ് ഹരിക്കുന്നത്. 8 പദങ്ങളുടെ തുകയാകുമ്പോൾ 4 കൊണ്ട് ഹരിക്കുന്നു. നേരത്തെ 4 പദങ്ങളാകുമ്പോൾ നമ്മൾ 2 കൊണ്ടാണ് ഹരിച്ചത്. ഈ ഒരു ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു തുക നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മറ്റൊരു ജോഡികൾ കൂടി ഇതേ ചോദ്യത്തിൽ കാണാൻ വേണ്ടി പറ്റും. ആ ജോഡികൾ എഴുതി അതിൻ്റെ തുക 38 ആണോ എന്ന് പരിശോധിക്കണം. ഇതിനെ നമുക്കൊരു തത്വമായി എഴുതാം. സ്ഥാനങ്ങളുടെ തുക തുല്യമായാൽ പദങ്ങളുടെ തുക തുല്യമായിരിക്കും.
എന്താണ് സ്ഥാനങ്ങളുടെ തുക തുല്യമാവുക എന്ന് പറഞ്ഞാൽ 1ഉം 8ഉം ആണ് സ്ഥാനം, 9 കിട്ടി. 2ഉം 7ഉം 9, 3ഉം 6ഉം 9. ഇവിടെ 1ഉം 4ഉം 5, 2ഉം 3ഉം 5. എന്നുവെച്ചാൽ ഒരു ഇരട്ട സംഖ്യകളുടെ തുക എടുത്തു കഴിഞ്ഞാൽ സ്ഥാനങ്ങളുടെ തുക തുല്യമായി വരുന്ന പദങ്ങൾ കൂട്ടിയാൽ തുകയെ പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഇതൊരു തത്വമായിട്ട് നമുക്കെടുക്കാം. ഒരു ഉദാഹരണമാണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന സമാന്തര ശ്രേണികൾ എഴുതുക. 5 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ രീതിയിലുള്ള തത്വമാണ് എടുക്കേണ്ടത്. അപ്പം ഉടനെ നമുക്ക് മധ്യപദം പദങ്ങളുടെ തുക ബൈ n എന്നെടുക്കാം. ശരിയാണ്. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടി d = 3 എടുത്താൽ മൂന്നാം പദം 6, 3 കുറച്ചാൽ രണ്ടാം പദം 3, വീണ്ടും 3 കുറച്ചാൽ 0. അതേപോലെ അടുത്ത സംഖ്യ കിട്ടാൻ 9, 12. ഈ സംഖ്യകളെല്ലാം കൂട്ടിയാൽ നമുക്ക് 30 കിട്ടും. ഈ പറഞ്ഞ രീതിയിലുള്ള ഒന്നാമത്തെ ശ്രേണി. രണ്ടാമത്തെ ശ്രേണി കണ്ടുപിടിക്കാൻ d നമ്മൾ 4 എടുക്കുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 കുറക്കുന്നു. വീണ്ടും 4 കുറച്ചാൽ -2 കിട്ടുന്നു. വീണ്ടും 4 കൂട്ടിയാൽ 10 കിട്ടുന്നു, 14 കിട്ടുന്നു. ഈ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. d 4 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ശ്രേണി കിട്ടി. ഇങ്ങനെ മൂന്നാമത്തെ ശ്രേണി കാണാൻ നിങ്ങൾ സ്വന്തമാണ് ചെയ്യേണ്ടത്. 4 പകരം മറ്റൊരു സംഖ്യ എടുക്കുന്നു, ശ്രേണി കണ്ടെത്തുന്നു. മറ്റൊരു ഉദാഹരണമാണ്. ആദ്യ പദം 1, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്. 4 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇരട്ടയാണ്. നമുക്കറിയാം, ഇരട്ട 4 പദങ്ങളാകുമ്പോൾ ആദ്യ പദവും അവസാന പദവും കൂട്ടിയാൽ കിട്ടുന്നത് പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും. പദങ്ങളുടെ തുക 100 ആണ്. രണ്ടാമത്തെ തത്വം. ആദ്യ പദം 1 ആണ്. ഈ ഒരു തത്വമാണ് നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് ഒന്നാമത്തെ പദം ഉണ്ട്. ഇനി ഒന്നാം പദവും നാലാം പദവും കൂട്ടിയാൽ 50. ഒന്നാം പദം 1. അപ്പോൾ നാലാം പദം നമുക്ക് എളുപ്പത്തിൽ 49 ആണെന്ന് കണ്ടെത്താം. ഇതിനിടയിൽ 2 പദങ്ങളാണ് കാണേണ്ടത്. അത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറേ സംഖ്യകൾ ഉപയോഗിച്ചിട്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ സൂത്രവാക്യം ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദങ്ങൾ 49 1, സ്ഥാനം 4 3. കുറക്കുന്നു, 16 കിട്ടുന്നു. അപ്പോൾ 17 കിട്ടി. വീണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ 33. ഈ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. അടുത്ത ഉദാഹരണം നോക്കാം. സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത ഏത് 4 പദമെടുത്താലും രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള പദങ്ങളുടെ തുകയാണെന്ന് തെളിയിക്കണം. നമുക്ക് 4 പദങ്ങളെ സൗകര്യത്തിന് a + d, a + 2d, a + 3d എന്നെടുക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 4 പദങ്ങൾ, അറ്റത്തുള്ള 2 പദങ്ങൾ കൂട്ടുന്നു. അതിൻ്റെ തുക a + 3d ആയിരിക്കും. എന്ന് വെച്ചാൽ എയും കൂട്ടിയാൽ 2a + 3d. ഇവിടെ നടുക്കുള്ള 2 പദങ്ങൾ കൂട്ടിയാൽ, ഈ 2 പദങ്ങൾ കൂട്ടിയാൽ എയും കൂട്ടിയാൽ 2a, ഡിയും 2ഡിയും കൂട്ടിയാൽ 3d. ഇത് രണ്ടും തുല്യമാണെന്ന് കാണാം. അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണിയിലും അറ്റത്തുള്ള 2 പദവും നടുക്കുള്ള 2 പദവും കൂട്ടിയാൽ തുല്യം ആയ സംഖ്യയാണ് കിട്ടുന്നത്. അടുത്ത ഒരു ഉദാഹരണം.
a മൈനസ് 36/2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 108 കുറക്കണം 36/2, 72/2 സമം 36. നമുക്കൊരു സമാന്തര ശ്രേണിയുണ്ട്. അതിൽ ആദ്യ പദം നമുക്ക് കിട്ടി 36, പൊതുവ്യത്യാസം 36 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ കോൺ ഒന്നുകിൽ ഇത് കൂട്ടി നമുക്ക് അവസാനത്തെ കാണാം, അല്ലെങ്കിൽ a+2d എടുത്താലും മതി. a+2d എന്ന് പറഞ്ഞാൽ 108 + 2 ഗുണിക്കണം 36 സമം 108 + 72 സമം 180. ഒരു ബഹുഭുജത്തിലെ ഒരു കോൺ 180 ആവാൻ പാടുണ്ടോ? രണ്ട് വരകൾ തമ്മിലുള്ള കോണ് 180 ആയാൽ അവ തമ്മിലുള്ള, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് നമുക്കറിയാം ഒരു ബഹുഭുജത്തിലെ കോണുകൾ, ഈ കോൺ എപ്പോഴും എന്തായിരിക്കണം? 180-ൽ കുറവായിരിക്കണം. 180 ആയാൽ എന്താ സംഭവിക്കുക? ഈ വര നേർവരയാവും. അപ്പോൾ ഇത് രണ്ട് വശം ഉള്ളത് കോണ് 180 ആയാൽ ഒരു വശമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹുഭുജത്തിലെ കോൺ എപ്പോഴും എന്തായിരിക്കണം? 180-ൽ കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ 180 കിട്ടിക്കഴിഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെയൊരു കാര്യം നമുക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താണ് കുഴപ്പം? ഒരു കോണ് 36 ആണെന്ന് നമ്മൾ തുടങ്ങി. ആ 36 ആണ് നമ്മൾ അവസാനത്തെ കോൺ, വലിയ കോൺ 180 ഡിഗ്രി ആവാനുള്ള കാരണം. അതുകൊണ്ട് ഈ ഒരു ബഹുഭുജത്തിലെ ഒരു കോൺ എപ്പോഴും 36-ൽ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ചോദ്യങ്ങൾ എഴുതുക, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങളും തുകയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രത്യേകതകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി.